ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നിമിഷത്തേക്ക് നമ്മളെല്ലാവരും ഒന്ന് സ്തംഭിച്ചു പോയി. ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ദീപുവാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നുള്ള കഥ ഇങ്ങ് പുറത്തു വന്നപ്പോഴേക്കും ഒരു അന്താളിപ്പ് ശരിക്കും ഉണ്ടായില്ലേ. ഒരിക്കലും ദീപു ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നോ തൻ്റെ കൂടപ്പിറപ്പിനെ ചതിക്കുമെന്നോ പൂർണ്ണമായും വിശ്വസിക്കാനാകാതിരുന്ന സാഹചര്യത്തിലാണ് ആ 7 ലക്ഷം രൂപയുടെ ഉടമസ്ഥനായി അല്ലെങ്കിൽ അതിന് അവകാശിയായി എത്തിയിരിക്കുന്നത് ദീപു ആണെന്നുള്ള ആ ഒരു സത്യം പുറത്തു വരുന്നത്. ഇതൊന്നും അറിയാതെ രഞ്ജിത മകനോട് ചെന്ന് താൻ തന്ന പൈസ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു വിട്ടു. മകൻ ചെന്ന അലമാരിയിൽ തപ്പോട് തപ്പ്, എവിടെ കിട്ടാൻ, ആർക്ക് കിട്ടാൻ? കൊണ്ടുപോകേണ്ട ആൾ അതൊക്കെ നേരത്തെ കൊണ്ടുപോയല്ലോ. എന്തായാലും അതൊക്കെ ചെന്ന് മുഴുവൻ അരിച്ചു പറക്കി നോക്കി, പക്ഷെ സാധനം കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ മകൻ വരാൻ താമസിച്ച് കഴിഞ്ഞപ്പോഴേ രഞ്ജിത ഇങ്ങനെ അവിടെ ഇരിക്കുക, ഇവൻ എന്താ വരാത്തത് എന്നുള്ളത്. എന്നാൽ ഈ അരവിന്ദൻ ഇത് എവിടെ പോയി എന്നൊക്കെ രഞ്ജിത ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. ആ സമയത്താണ് മകൻ അങ്ങോട്ടേക്ക് വരുന്നത്. മകൻ വന്നു, അമ്മേ ആ ക്യാഷ് കാണാനില്ല എന്ന് പറഞ്ഞു. അമ്മ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പ്രശ്നമാണെന്ന് ചോദിച്ചപ്പോൾ ആ ക്യാഷ് കാണാനില്ലെന്ന് പറഞ്ഞു. ക്യാഷ് കാണാനില്ലെന്നോ? നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അമ്മ തന്നത് അമ്മ പറഞ്ഞെടുത്ത് തന്നെയാണ് ഞാൻ വെച്ചത്, പക്ഷേ അവിടെ ആ ക്യാഷ് ഇല്ലയെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രഞ്ജിത ഞെട്ടിപ്പോയി, ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റു. നിനക്ക് എന്താ പറ്റിയത് മോനെ, നീ അവിടെയൊക്കെ നോക്കിയോ എന്ന് ചോദിച്ചു. ഞാൻ വെച്ച സ്ഥലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ അവിടെയാണ് ഉറപ്പായിട്ടും വെച്ചിരുന്നതെന്നും എനിക്ക് ആ സ്ഥലം ഒരു മറവിയില്ലാന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോഴേക്ക് രഞ്ജിതയ്ക്ക് ആകെ വെപ്രാളം കയറി. രഞ്ജിതയും മോൻ്റെ കൂടെ പോവുക ഇത് നോക്കാനായിട്ട്. അവിടെ ചെന്നു മുറി മുഴുവൻ അരിച്ചു പറക്കി നോക്കി, അവിടെ എങ്ങും ഇല്ല. അപ്പം മകൻ പറഞ്ഞത് സത്യമാണെന്ന് രഞ്ജിതയ്ക്ക് മനസ്സിലായി. സാധനം നഷ്ടപ്പെട്ടു പോയി. എന്നാലും ഇത് ആരായിരിക്കും അമ്മയെ കൊണ്ടുപോയതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഈ സമയത്താണ് ഈ അരവിന്ദനെ കാണാതെയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കലിപ്പും കാര്യങ്ങളുമായിട്ട് രഞ്ജിത ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും രഞ്ജിതയാണെങ്കിൽ ആകെ ടെൻഷനായി. ഇത്രയും കാശ് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാലേ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. എന്തായാലും ഇവരവിടെ 7 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആവലാതിയും വേവലാതിയായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ദീപ് വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പോൾ ചിത്ര അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചിത്രയെ വിളിച്ചു. ചിത്ര ദീപേട്ടനെ കണ്ട് അങ്ങോട്ടേക്ക് വന്നു. ദീപേട്ടൻ്റെ അരികിലേക്ക് വന്നപ്പോൾ ഇതെന്താ ദീപേട്ടാ, ഇതെന്താ കയ്യിലെന്താണെന്ന് ചോദിച്ചപ്പോൾ കുടിക്കാനൊക്കെ എടുക്കാനൊക്കെ പറഞ്ഞാൽ കയറി ചെന്നപ്പോൾ ഇതെന്താ കയ്യിൽ ബാഗിൽ എന്താണെന്ന് ചോദിച്ചു. ചിത്ര ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴേക്ക് ഇത് നോക്കാൻ പറഞ്ഞ് ഈ ബാഗ് അങ്ങ് എടുത്ത് കൊടുത്തു. ബാഗ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് 2 പൈസയുടെ കെട്ട് കിട്ടി ചിത്രയ്ക്ക്. ഈ പൈസ ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. 2 ലക്ഷം രൂപയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയോട് പറയണു. 2 ലക്ഷം രൂപയോ? ഈ ഒരു അവസ്ഥയിൽ ഇത്രയും തുക ഇപ്പം ദീപേട്ടൻ എവിടുന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോഴേക്കും ദീപൻ്റെ ഭാവം അങ്ങ് മാറി. വലിയ സന്തോഷത്തിൽ ഭാര്യയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തതാണ്. പക്ഷേ ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് ചോദിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് അതങ്ങോട്ട് മൈൻഡിലേക്ക് വന്നില്ല. അപ്പോൾ ചിത്ര ചോദിച്ചു ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോഴേക്കും പപ്പ വയ്ക്കുക. അല്ല അതൊക്കെ എന്തിനാണ് നീ പറയുന്നത്? ക്യാഷ് നിനക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പം അത് പറഞ്ഞാൽ ക്യാഷ് എനിക്ക് വേണ്ട, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് അറിയാതെ ക്യാഷ് എനിക്ക് വേണ്ട. ദീപേട്ടൻ പറയണം ഇത് എവിടുന്നാണ് ദീപേട്ടന് കിട്ടിയതെന്ന്. ഈ ഒരു സാഹചര്യത്തിൽ 2 ലക്ഷം രൂപയൊന്നും കയ്യിൽ നിന്ന് എടുക്കാനായിട്ട് ദീപേട്ടൻ്റെ കയ്യിൽ ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പൈസ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, ആര് തന്നു? അന്നേരത്തേക്കും ദീപു അവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കാൻ തുടങ്ങുമ്പം ഉരുണ്ട് കളിക്കൊന്നും വേണ്ട ദീപേട്ടനുള്ള കാര്യം എന്നോട് പറയാനായിട്ട് പറഞ്ഞു ചിത്ര. അപ്പോൾ ദീപു പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡയലോഗുകൾ ഇറക്കുമ്പോഴേക്കും ഏത് ഫ്രണ്ടാണെന്നും എവിടുത്തെ ഫ്രണ്ടാണെന്നൊക്കെ ചോദിച്ചു ചിത്ര. നീ എന്താ ചിത്ര എന്നെ ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ കാണുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് തുടങ്ങിയ രീതിയിലൊക്കെ ആയി പിന്നെ ആശാൻ്റെ സംസാരം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴും എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ തോന്നി. ഞാൻ നിന്നോടെല്ലാം വിശദമായിട്ട് പറയാം, ഇപ്പോൾ അതൊന്നും പറയാനുള്ള സാഹചര്യം അല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇല്ലാക്കാതെ കുറേ പറഞ്ഞു പിടിപ്പിച്ച് വേറെ ആരോ കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞു ചിത്രയെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് മാക്സിമം ആശാൻ ശ്രമിച്ചു. കുറേയൊക്കെ വിജയിച്ചു എന്ന് സ്വയം വിശ്വസിക്കുന്നു. പക്ഷേ ചിത്ര അതൊന്നും വിശ്വസിച്ചില്ല. ചിത്ര എന്തായാലും അതും കൂടെ എന്നിട്ട് അകത്തേക്ക് പോവുകയും ചെയ്തേ. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ രഞ്ജിത നേരെ ഓഫീസിലേക്ക് ചെല്ലുക. അപ്പോൾ ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്താണ് രഞ്ജിത ഒരു സ്ഥലക്കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ആവശ്യത്തിന് വെച്ചിരുന്ന കാശും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണാതെ പോയിരിക്കുന്നത്. അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആ ഒരു പാവപ്പെട്ട വീട്ടിലൊരു ചേട്ടൻ, അതായത് രഞ്ജിതയുമായി ഡീൽ നടത്തിയ ഒരു ചേട്ടൻ അവിടെ രഞ്ജിതയെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ രഞ്ജിത ഇദ്ദേഹത്തെ കണ്ടപ്പോഴേക്കും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അദ്ദേഹം രഞ്ജിതയെ വിളിച്ചു. മേഡം, ഞാൻ മേഡത്തിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. താനെന്തിനാ എന്നെ കാണാൻ വരുന്നതെന്ന് ചോദിച്ചു. നമ്മൾ തമ്മിലുള്ള ഡീലൊക്കെ തീർന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഡീല് തീരെ മേഡം എന്തൊക്കെയാണ് പറയുന്നത്? മേഡം ഇനി എനിക്ക് ക്യാഷ് തരാനില്ലേ?
ആ ക്യാഷിൻ്റെ കാര്യം എന്തായെന്ന് അറിയാനായിട്ടാണ് ഞാൻ വന്നത്. മാത്രമല്ല വരാനായിട്ട് എന്നോട് പറയുകയും ചെയ്തിരുന്നല്ലോ, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തനിക്ക് ഇപ്പോഴേ തരാൻ കയ്യിൽ കാശില്ല, സൗകര്യമുള്ളപ്പോൾ സമയമുള്ളപ്പോൾ തരുമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ മേഡം, എനിക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം അത്യാവശ്യക്കാരനാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷേ അതൊന്നും കേൾക്കാനോ ആ മനുഷ്യനോട് ഒരു തുള്ളി മര്യാദ കാണിക്കുവാനോ ഈ രഞ്ജിത തയ്യാറായില്ല. അപ്പം ഈ ഒരു അവസ്ഥകളും ഈ ഒരു സംസാരവും ഈ ഒരു സിറ്റുവേഷനും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ പൂജമോൾ അതിൽ വരുന്നത്. പൂജമോൾ വന്നു കഴിഞ്ഞപ്പോൾ ആൻറ്റി വലിയ ഷോ ഇറക്കിയേ പാവപ്പെട്ട മനുഷ്യൻ്റെ നേരെ മെക്കിട്ട് കയറുന്നതാണ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂജ ചെന്ന് ചോദ്യം ചെയ്തു, എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ, ഈ ചേട്ടന് പൈസ കൊടുക്കാനുള്ളതാണെങ്കിൽ അത് കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ രഞ്ജിതയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. രഞ്ജിത പറഞ്ഞു, അതേ നീ ഇവിടുത്തെ വെറും സ്റ്റാഫ് മാത്രമാണ്. ഈ ഓഫീസിൽ ജോലി എടുക്കാൻ വരുന്നതാണെങ്കിലേ ഓഫീസിലെ ജോലി എടുത്തിട്ട് പോയിക്കൊള്ളണം, അല്ലാതെ ഇവിടുത്തെ ഭാരിച്ച കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഈ പാവപ്പെട്ട മനുഷ്യനെ എന്തിനാ ഇങ്ങനെ വെറുതെ ഇവിടെ നിർത്തി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം നീ എന്നാ കൊടുക്കടി, പാവപ്പെട്ട മനുഷ്യൻ പോലും, എനിക്ക് സൗകര്യമില്ല ഇയാൾക്ക് കാശ് കൊടുക്കാനെന്ന് പറഞ്ഞ് അപ്പോൾ പൂജയോട് ചൂടായി. രഞ്ജിത ചൂടായി ഇത് കേട്ട് കഴിഞ്ഞപ്പം, അതേ മേഡം, ഈ പാവങ്ങളോട് ഈ രീതിയിൽ പെരുമാറുന്നതും പാവങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചുണ്ടാക്കുന്നതൊന്നും അധികകാലം നീണ്ടു നിന്ന ചരിത്രമില്ല. തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ അങ്ങനെ ആരുടെയും കയ്യിൽ ഒരിക്കലും സ്ഥിരമായി നിന്ന ചരിത്രവും ഇല്ല. അതൊക്കെ മേഡം ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പൂജ ഇവളെ ശരിക്കും എടുത്തിട്ടൊന്ന് കുടഞ്ഞപ്പം ആരടി തട്ടിച്ചത്, ആരടി വെട്ടിച്ചതെന്നും ചോദിച്ചുകൊണ്ടായി രഞ്ജിത. ആരാണ് തട്ടിച്ചതെന്നും ആരാണ് വെട്ടിച്ചതെന്നും ഞാൻ പറയാതെ തന്നെ മേഡത്തിന് അറിയാവുന്ന കാര്യമല്ലേ. എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു രഞ്ജിത മേഡം ഒക്കെ ഉണ്ടായതെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് മേഡത്തിന് അറിയാലോ. പിന്നെ എന്തിനാ മേഡത്തിന് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്? മേഡം ഇപ്പം ഈ കാണിക്കുന്ന അഹങ്കാരങ്ങൾക്കൊക്കെ നാളെ മറുപടി പറയേണ്ടി വരും മേഡം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ അങ്ങ് പോയി. പൂജ അതും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടനോട് ഭയങ്കര കലിപ്പും കാര്യങ്ങളും കൂടി ഈ രഞ്ജിതയ്ക്ക്. ആ രഞ്ജിത എന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യനോട് വളരെ മോശമായിട്ട് വീണ്ടും സംസാരിച്ചു. അങ്ങനെ ആ ഒരു സംഭവം അവരുടെ ഓഫീസിൽ ഇങ്ങനെ നടക്കുക കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ സുമിത്ര ഇങ്ങനെ വീട്ടിലിരുന്ന് ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നത്. അതായത് സ്വന്തം മകളെ പറ്റി എന്താണ് മോൾക്ക് പറ്റിയത്, ശീതൾ എന്താണ് വന്നിട്ട് ആ രീതിയിലൊക്കെ പെരുമാറിയത്, അപ്പോൾ ശീതളിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ രീതിയിലൊക്കെ ഇരുന്ന് ചിന്തിക്കുക. അങ്ങനെ കുറേ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ മകളെ ഒന്ന് വിളിക്കാം, മകളെ വിളിച്ച് കാര്യം അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഒന്ന് ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ മോള് വേഗം എന്തായാലും കോൾ എടുത്തു. 4 പാട് നോക്കിയിട്ടാണ് കോൾ എടുക്കുന്നത്, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. അങ്ങനെ എടുത്ത് ഫോൺ ഹലോ വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എന്ത് ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിച്ചു. അല്ല മോള് ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും വിളിച്ചു പോലും ഇല്ലല്ലോ, അതുകൊണ്ടാണ് അമ്മ വിളിച്ചതെന്നും പറഞ്ഞു. എന്നിട്ട് പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു, സച്ചിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെയെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പം മോളെന്താ പെട്ടെന്ന് ഓടിപ്പോയത്, അമ്മയ്ക്കാണെങ്കിൽ ആകെ സങ്കടമായി, പൂജമോളാണെങ്കിലും നീ വന്നിട്ട് കാണാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്താ ഓടിപ്പോകുന്നതെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, പിന്നെ ഞാൻ ഇനിയും വരുമല്ലോ അമ്മേ, ഞാൻ അങ്ങോട്ട് വരാം, അമ്മയ്ക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നിയാലും പറഞ്ഞാൽ മതി, ഞാൻ വന്നോളാമെന്നൊക്കെ പറയുമ്പോൾ ശരി എന്നുള്ള രീതിയിൽ സുമിത്ര ഇങ്ങനെ തലയാട്ടി. പിന്നെ പൂജമോള് അവളോട് പറഞ്ഞാൽ മതി, ഞാൻ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, മോളെന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത്, മോൾ എവിടെ താമസിക്കുന്നത് അമ്മയോട് പറ, അമ്മ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പേടിയായി ശീതളിന്. വേണ്ടമ്മേ, വേണ്ടെന്നല്ലേ പറഞ്ഞത്, അമ്മ ഇങ്ങോട്ടൊന്നും വരണ്ട, ഞാൻ പറഞ്ഞില്ലേ സച്ചിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടെന്ന്, അപ്പോൾ അവരൊക്കെ ഉള്ളപ്പോൾ അമ്മ ഇങ്ങോട്ട് വന്നാലൊന്നും ശരിയാവത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാക്സിമം സുമിത്രയെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത്. ഇതൊക്കെ കേട്ടപ്പോഴേക്കും സുമിത്രയ്ക്ക് ഏതാണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി, എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ആകെ ഇതായിട്ട് സുമിത്ര ആലോചനയും കാര്യങ്ങളായിട്ട് നിൽക്കുന്നു. എന്നിട്ട് ഓരോന്ന് കുത്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശീതൾ വേഗം കൈവിട്ട് പോകുമെന്ന് വന്നപ്പോഴേക്കും സുമിത്രയോട് ഓരോ മുട്ടായുക്തികൾ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സുമിത്ര ഇരുന്ന് ആലോചനയും കാര്യങ്ങൾ വീണ്ടും തുടങ്ങി, മകൾക്ക് എന്തായിരിക്കും എന്നുള്ളൊരിത്. ഈ സമയത്ത് ഈ അരവിന്ദൻ കാശ് കൊണ്ടുപോയവനെ കാണാൻ കഴിയാത്തൊരവസ്ഥയിൽ അതിൻ്റെ ആ ഒരു ദുഃഖത്തിലും സങ്കടത്തിലും ഒക്കെ ഇങ്ങനെ നിൽക്കുക. വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഇരിക്കുന്നത് എന്താണെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും അയാളെ പഞ്ഞിക്കിടാതിരുന്നാൽ മതി, ഈ പറയുന്ന രഞ്ജിതയും മകനും കൂടെ ചേർന്ന്. അങ്ങനെ അവിടെ അവർ ആ ഒരു രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ 2 ലക്ഷം രൂപയും കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി വന്ന ദീപു ഇനി എങ്ങനെ ബാക്കി പൈസ ഏതൊക്കെ അവതരിപ്പിക്കും എന്നുള്ളൊരു ആലോചനയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുക. കാരണം ചിത്രയുടെ നാവിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ ചിത്ര ഓരോന്നോരോന്നായി ചോദിക്കുമ്പോൾ അതിനെല്ലാം കൃത്യമായും വ്യക്തമായുമുള്ള മറുപടി ഈ പറയുന്ന നമ്മുടെ ദീപു കൊടുക്കണം. അപ്പോൾ ദീപുവിന് അതിപ്പോൾ നിലവിൽ കൊടുക്കാനായിട്ട് യാതൊരു മാർഗവും ഇല്ല.
ദീപുവിൻ്റെ കയ്യിൽ നിന്നെല്ലാം കൈവിട്ട് നിൽക്കുക. കാരണം ദീപുവിൻ്റെ കയ്യിൽ കാലാണ് എടുക്കാനില്ലെന്നുള്ള കാര്യം ചിത്രയ്ക്കറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പൈസയായിട്ട് കയറി വരുന്നത്. അപ്പോൾ ആ പൈസ എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ അത് സ്വാഭാവികമാണ്. അതിന് ഉത്തരം കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ദീപുവിൻ്റേതാണ്. അതുകൊണ്ട് ദീപു അതിനുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദീപുവിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നത്. അപ്പോൾ ദീപു ഫോൺ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ സ്തംഭിച്ചൊക്കെ നിൽക്കുന്നു. ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ സുമിത്ര ഇങ്ങനെ മക്കളുടെ കാര്യങ്ങൾ കുറേയൊക്കെ അറിയാൻ കഴിഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് വീട്ടുമുറ്റത്തേക്ക് ആരോ കടന്നു വരുന്നു. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് സുമിത്ര ഇങ്ങനെ വരുക. അപ്പോൾ സുമിത്ര ഇങ്ങനെ നടന്നു വന്നു വളരെ സന്തോഷത്തോടെയാണ് വരുന്നത്. അങ്ങനെ വന്ന് വാതിൽ തുറക്കുമ്പോൾ ദേ സുമിത്രയുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നു സരസ്വതി അമ്മ. അതാ മുറ്റത്തൊരു മൈന എന്നൊക്കെ പറയുന്നത് പോലെ അതാ നിൽക്കുന്നു മുറ്റത്ത് സരസ്വതി അമ്മ. സരസ്വതി അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഇങ്ങനെ ആ ചിരിയൊക്കെ എവിടെ പോയെന്നറിയത്തില്ല, അന്താളിച്ച് ഇങ്ങനെ നോക്കി നിന്നു. സുമിത്ര മോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ പെടുപെടാന്ന് കണ്ണുനീരൊക്കെ വീഴാൻ തുടങ്ങി. പഴയ സരസ്വതി അമ്മയൊന്നുമല്ല, അടക്കോ ഒതുക്കോ ഒക്കെ വന്ന് ഒരു ബിഗ് ഷോപ്പറൊക്കെ കഷത്തിലും വെച്ച് അങ്ങനെ ഒന്നും അല്ലാതെ വെറും ബിഗ് സീറോ ആയിട്ട് വന്നിരിക്കുന്ന സരസ്വതി അമ്മയാണ് ഇന്ന് സുമിത്രയുടെ മുന്നിൽ നിൽക്കുന്നത്. സുമിത്രയുടെ മുന്നിൽ നിൽക്കുന്ന സരസ്വതി അമ്മയെ കണ്ട് സുമിത്ര ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുന്നു. അപ്പോൾ മോളെ സുമിത്രേ എന്നും പറഞ്ഞ് വിളിച്ചു. സുമിത്രയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സുമിത്ര ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ നോക്കുക. അപ്പോൾ സുമിത്രേ മോളെ നീ തന്നെയാണോ ഇതെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്കെന്താ കണ്ടിട്ട് മനസ്സിലായില്ലേ, ഞാനേ മരിച്ചിട്ടില്ല, ഞാൻ സുമിത്ര തന്നെയാണെന്ന് സരസ്വതി അമ്മയോട് സുമിത്ര പറയുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതി അമ്മയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. മാനസാന്തരപ്പെട്ട് വന്നിരിക്കുന്നതല്ലേ. സുമിത്രയുടെ മനസ്സിൽ പഴയ സരസ്വതിയോടുള്ള കലിപ്പും വിദ്വേഷവും കാര്യങ്ങളൊക്കെ ഇപ്പം നിലനിൽക്കുന്നു. അപ്പം അതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മുടെ സുമിത്ര സരസ്വതിയോട് ഈ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ്റെ കാര്യവും മറന്നു പോകരുതേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്